ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന യുവ നേതാവാകുമെന്ന് പറഞ്ഞു. പാൻ ഇന്ത്യൻ സ്റ്റാർ. വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, മെസ്സഞ്ചർ മുതൽ പേടിഎം, ജിപേ, ഫോൺപേ വരെ നീളുന്ന സംഘടനാ പ്രവർത്തനം. കുറച്ച് സമയം കൊടുത്തിരുന്നെങ്കിൽ സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട് വഴിയും വന്നേനെ. നന്മയുള്ള ലോകമേ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. ഗ്ലാമർ ഉണ്ടെങ്കിലും ജാടയില്ലാത്ത രാഹുലേട്ടന് എത്ര ലൈക്ക് കൂട്ടുകാരെ. ക്രിയാത്മകമായി ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന ചില കാര്യങ്ങൾ, അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അതായത് നമ്മുടെ പ്രധാന എതിരാളി, അവരിൽ ചില കൊള്ളാമെന്ന ചെറുപ്പക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാ. ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വേട്ട അവസാനിപ്പിച്ചുവെന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കുന്നവനാണ് യഥാർത്ഥ വേട്ടക്കാരൻ. രാഹുലേട്ടൻ കെയർ ചെയ്തിട്ടുള്ള പെൺകുട്ടികളുടെ എണ്ണം എത്രയാണ്? 1 2 3 പിന്നെ അതിന് എണ്ണം കിട്ടാനായി. Who cares and move on. ഇനി അത് പറഞ്ഞില്ലെന്ന് വേണ്ട. സംഘടനാ പ്രവർത്തനം ടെലിഗ്രാം കേന്ദ്രീകരിച്ച് രാത്രികാലങ്ങളിൽ മാത്രം സജീവമായതോടെ യൂത്ത് കോൺഗ്രസ് സ്ഥാനം രാജിവെച്ച് പുറത്തേക്ക്. ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല. രാജിവാർത്ത അച്ചടിച്ചു വന്ന പേപ്പറിൽ പൊതിച്ചോറ് പൊതിഞ്ഞുകൊടുത്ത് വേറിട്ടൊരു പ്രകടനം. ആ രാജി പോരാ. വൈദ്യുബൈ ആരാ രാജി? MLA സ്ഥാനം ഒഴിയേണ്ടി വരും. നോക്കി വെച്ച വിക്കറ്റുകളിൽ ഒന്ന് വീണതിന്റെ സന്തോഷം കൂടിയിട്ടാണോ, ആവേശം കൂടിയിട്ടാണോ, എന്താണോ? പഴയ കാര്യങ്ങളൊക്കെ പതിയെ മറന്നു പോകുന്നു. അതാ ആടി ഉലാത്ത കപ്പലിലേക്കൊന്ന് നോക്കൂ. ഈ കേസ് വന്നപ്പോ നിങ്ങൾക്കൊരു മന്ത്രി ഇല്ലേ സാർ? അതൊന്നും വേണ്ട, അത് ഇതുമായിട്ട് ബന്ധമില്ല. നിങ്ങൾക്കൊരു MLA ഇല്ലേ സാർ? മനുഷ്യനായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരൊക്കെയോ ഇല്ലേ സാർ? ആ കേസുകളൊക്കെ എന്തായി സാർ? സ്വാഭാവികമായിട്ട് ഒരു തെളിവുണ്ടായിരുന്നില്ല. പിന്നെ ശശീന്ദ്രനെതിരായിട്ട് പെൺകുട്ടി പരാതിപ്പെട്ടില്ലല്ലോ. അതേപോലെ തന്നെ മുകേഷിനെതിരായിട്ടും പരാതിപ്പെട്ടില്ലല്ലോ. ഇതൊന്നും ഒരുപോലല്ല. പീഡനത്തിന്റെ തീവ്രത നോക്കിയാണല്ലോ ഈ പാർട്ടി നടപടിയെടുക്കുന്നത്. കോഴി ഫാം നടത്തുന്ന ആളുണ്ട്, അങ്ങോട്ടല്ലേ പ്രകടനം നടത്തേണ്ടത്. കോഴി ഫാം നടത്തുന്നവർ കോഴിക്കൂടിന് കല്ലെറിയുന്നു എന്ന് നാട്ടുകാരടക്കം പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അല്ല, എന്തായാലും ഒരു വഴിക്ക് പോയല്ലേ, നമുക്ക് അതൊക്കെ കുത്തിപ്പൊക്കി ഒന്ന് മുന്നോട്ട് പൊക്കൂടെ? പൊതിച്ചോറും പ്രതിഷേധങ്ങളും പുരോഗമിക്കുന്നു. ജാടയില്ലെങ്കിൽ ഒരു ഹായ് തരുമോ ഷാഫിക്ക എന്ന് ദിവസങ്ങളോളം മാധ്യമങ്ങൾ പിന്നാലെ നടന്നിട്ടും ഷാഫിക്കയെ കണ്ടില്ല. ഷാഫി പറമ്പിലിന്റെ അടുത്ത് തട്ടിക്കയറാൻ വന്നാലും പ്രതിഷേധിച്ചാൽ അതിന് ഞങ്ങൾ അതിശക്തമായി പ്രതിരോധിക്കും. ആ കളി വേണ്ട, അത് തീക്കളിയാണ്. ഷാഫിക്ക അങ്ങ് ബീഹാറിലായിരുന്നു. രാഹുൽജി ചോദിച്ചു, കേരളത്തിൽ BJP ചേർത്ത വോട്ട് ലിസ്റ്റ് കിട്ടിയോ എന്ന്. ഇല്ലേ ജി, പക്ഷെ കുറച്ച് ചാറ്റ് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നു. മാധ്യമങ്ങൾ വളഞ്ഞു. തുരുതുരാ ചോദ്യങ്ങൾ. കുഞ്ഞനുജന്റെ കുസൃതികളെ പറ്റി 2 വാക്ക്. ഇനി നിങ്ങൾ ഇതുപോലെ ദേവോട് ഷാഫിക്ക, നിങ്ങളുടെ സെയിം വേവ് ലെങ്ത്. സതീശേട്ടൻ എന്തോ ഒന്ന് പറയുന്നുണ്ട്. കോൺഗ്രസിലെ എല്ലാ ചെറുപ്പക്കാരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്, ഞാൻ അവർക്ക് സപ്പോർട്ടും കൊടുക്കാറുണ്ട്. അവരെല്ലാം മിടുമിടുക്കന്മാരായിട്ടുള്ള പയ്യന്മാരാണ്. ഇങ്ങനെ എത്ര മിടുക്കുകൾ. ആരോ തുടങ്ങി വെക്കാൻ നോക്കിയിരുന്ന പോലെയല്ലേ ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് വന്നത്. വേറെ ഏത് കേസായിരുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രതിരോധിച്ചേനെ. എന്നാലും പ്രതിരോധിക്കാനൊക്കെ നോക്കിയിരുന്നു കേട്ടോ. പരാതിക്കാരുടെ തുണിയുടെ അളവ് ബ്ലോക്ക് ചെയ്തുകൂടെ? ഇത്ര നാൾ എവിടെയായിരുന്നു? എന്താ പറയാഞ്ഞത്? ഇങ്ങനെ തുടങ്ങി സ്ലട്ട് ഷെയ്മിംഗ് വരെ നീണ്ട പ്രതിരോധം. പക്ഷേ ഏറ്റില്ല. ഇദ്ദേഹത്തെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ പുറത്തു പറയാൻ പറ്റാത്ത പേരുകളാണ്. രാഹുൽ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പുറത്തു പറയാൻ കൊള്ളാത്ത പേരുകൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞ് ഇപ്പോഴെങ്കിലും കണ്ടതിൽ സന്തോഷം. രാഹുലിന്റെ പെണ്ണുകേസ് വന്നതോടുകൂടി ഇവിടെ പലർക്കും വിശുദ്ധ പട്ടം കൂടിയാണ് കിട്ടിയത്. രാഷ്ട്രീയ പ്രവർത്തകരായാലും ഒരു സ്വഭാവശുദ്ധി ജീവിതത്തിൽ അനിവാര്യമാണ്. സ്വഭാവശുദ്ധിയെ പറ്റി പറയാൻ ഇത്ര എഫിഷ്യൻസി ഉള്ള ഒരാള് വേറെയില്ല. ഉപതെരഞ്ഞെടുപ്പിലേക്കാണോ കാര്യങ്ങൾ പോകുന്നതെന്ന് തോന്നുന്നു. അതിന്റെ ഇടയിൽ കൂടി ഇനിയിപ്പോ ചെയ്യേണ്ടത് ഒന്നേ ഉള്ളൂ. ആളുകൾ തുണി പറിച്ചെറിയുന്നതിന് മുൻപ് സ്വമേധയാ MLA സ്ഥാനം രാജിവെച്ച് ഒഴിയാൻ ആര് തയ്യാറാകണം? ആര് തയ്യാറാകണം? ശ്രീമാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകണം. അങ്ങനെ കൃത്യമായിട്ട് പറ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആകും. മനുഷ്യനായി കഴിഞ്ഞാൽ. അപ്പൊ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം.